നമസ്കാരം. ശ്രീരാമനെ വീടുകളിൽ എങ്ങനെ ലളിതമായ രീതിയിൽ ആരാധിക്കാം, പൂജിക്കാം എന്നുള്ളതാണ്. കർക്കിടക മാസം ഏവർക്കും വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ശ്രീരാമദേവൻ്റെ പട്ടാഭിഷേകം ചിത്രം വളരെ പ്രസിദ്ധമാണ്. ചിത്രങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വിളക്കായിരുന്നു. വിളക്കിൽ തന്നെ ശ്രീരാമനെ സങ്കല്പിക്കുന്നു. ശ്രീരാമൻ്റെ ജപങ്ങൾ, മന്ത്രങ്ങൾ, ശ്ലോകങ്ങൾ ഇതെല്ലാം തന്നെ ജപിച്ച് ആ വിളക്കിൽ തന്നെ അർച്ചിച്ച് നേദ്യങ്ങൾ അർപ്പിച്ച് ദീപാരാധന ആരതി ഒഴിഞ്ഞ ശേഷം നമസ്കരിച്ച് പ്രാർത്ഥനാപുരസ്സരം ഭക്തിശ്രദ്ധാപുരസ്സരം പൂജകൾ ചെയ്തു വന്നിരുന്നു. ഇന്ന് ചിത്രങ്ങൾ ലഭ്യമാണ്. കാരണം മനുഷ്യൻ സ്ഥൂലമായിട്ട് ഉള്ള ചിന്ത, സ്ഥൂലം ആ ബോധം അതിലേക്ക് ഒരുപാട് നീങ്ങിക്കഴിഞ്ഞു. സൂക്ഷ്മത്തിലേക്ക് ഇന്നില്ല. അപ്പോൾ നമുക്ക് പലതും ഗ്രോസ് മാറ്റർ ആവശ്യമാണ്. അങ്ങനെ ചിത്രങ്ങൾ വന്നു, ചിത്രങ്ങളെ അലങ്കരിക്കുന്നു, വിഗ്രഹങ്ങൾ വരുന്നു. വിശേഷേണ ഗ്രാഹ്യേതി, വിഗ്രഹത്തിലൂടെ നാം ശ്രീരാമദേവനെ ദർശിക്കുന്നു, അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കുന്നു, വിഗ്രഹത്തെയും ആരാധിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പം ലളിതമായിട്ടുള്ള ഒരു രീതി, വിളക്ക് വയ്ക്കുന്നു, ശ്രീരാമദേവൻ്റെ ചിത്രം ഏവരുടെ വീട്ടിലും കാണും. ഇല്ലെങ്കിൽ ഒരു ചെറിയ ചിത്രം മേടിക്കാം, ഒരു വിഗ്രഹം മേടിക്കാം, ഏതായാലും ശരി. സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനെ നമഃ, ഈ ഒരു ഒറ്റ വരി മനസ്സിൽ വെച്ചുകൊണ്ട് കയ്യിൽ തുളസി എടുക്കുന്നു, തെറ്റിയെടുക്കുന്നു. മറ്റു ശ്ലോകങ്ങൾ ആപദാമഭർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. എങ്ങനെ രാമ 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 എന്തായാലും ശരി, ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന് നാം മന്ത്രം ഭക്തി ശ്രദ്ധാ പുരസ്സരം ജപിച്ച ശേഷം ആ വിളക്കിലേക്ക് അർപ്പിക്കുന്നു. ഇല്ലെങ്കിൽ ചിത്രത്തിൻ്റെ മുന്നിൽ അർപ്പിക്കുന്നു. അതിനുശേഷം ഇതെത്ര തവണ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. കുറഞ്ഞതൊരു 16 പ്രാവശ്യമെങ്കിലും ചെയ്യുക. 32 ഇല്ലെങ്കിൽ 36, 108 പ്രാവശ്യം അർച്ചിക്കാം. ശ്രീരാമചന്ദ്ര അഷ്ടോത്തര ശതനാമ സ്തോത്രം ലഭ്യമാണ്. ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. അങ്ങനെ ശ്രീരാമൻ്റെ അഷ്ടോത്തരം ജപിച്ചുകൊണ്ട് ആ വിളക്കിലേക്ക് അർച്ചിക്കുക. തുളസി, തെറ്റി മുതലായ പൂക്കൾ. അതിനുശേഷം ചെറിയൊരു നിവേദ്യമാണ്. നിവേദ്യം എന്താണ്? പാനകമാകാം, അല്ലെങ്കിൽ അവിൽ എല്ലാ സ്ഥലത്തും ലഭ്യമാണ്. കുറച്ച് അവിലെടുക്കുന്നു. ആ അവിൽ മുമ്പേ തന്നെ കാലേക്കൂട്ടി തയ്യാറാക്കി വയ്ക്കുക. അവിൽ നനച്ച ശേഷം കുറച്ച് ശർക്കര, തേങ്ങ ആവശ്യമുള്ളത് ഇട്ട ശേഷം കുറച്ച് നെയ്യൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ അത് നേദിക്കുന്നു. പായസം എന്താണോ സൗകര്യം. ഒന്നും ലഭ്യമല്ലല്ലോ, ഒരു പഴം വാങ്ങിച്ച് നേദിക്കുകയാണ്. മനസ്സാണ് അർപ്പിക്കേണ്ടത്. അത് അർപ്പിച്ച ശേഷം, മനസ്സർപ്പിച്ച ശേഷം പിന്നെ എന്താണെന്ന് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. കാരണം മാനസികമായിട്ടുള്ള ഒരു അർപ്പണ ഭാവത്തോടു കൂടിയാണല്ലോ നാം ചെയ്യുന്നത്. അങ്ങനെ ഈ ശ്രീരാമൻ്റെ പൂജ അവസാനിപ്പിക്കുന്നത് ദീപാരാധനയോട് കൂടിയാണ്. അപ്പോൾ ആദ്യം പൂക്കൾ അർച്ചിക്കുന്നു, ചെറിയൊരു നിവേദ്യം ചെയ്യുന്നു, അതിനുശേഷം ദീപാരാധന. പിന്നെ നാം മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ നമസ്കാരം ഇന്ന് മലയാളികളുടെ പക്കൽ നിന്നും അകന്നുപോയി. നിന്നുകൊണ്ട് നിൽക്കുകയാണ്, നമസ്കരിക്കുന്നില്ല. അതൊരു നല്ലൊരു പുഷപ്പാണ്. തീർച്ചയായിട്ടും അതൊരു എക്സസൈസാണ്. ഇതെല്ലാം കൂടി ചേർത്ത് ശാസ്ത്രീയപരമായിട്ട് തന്നെയാണ് നമ്മുടെ ആരാധനാക്രമം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഏവരും ഓർക്കുമല്ലോ. നമസ്കാരം.